നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് 7 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിലമ്പൂരിൽ നിന്ന് പോകുന്നതിന് മുൻപ് ജനജീവിതവുമായി ബന്ധപ്പെട്ട 7 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാണ്. UDF-ഉം LDF-ഉം തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. സർക്കാരിന്റെ 9 വർഷക്കാലത്ത് പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണമെന്ന് UDF ആഗ്രഹിക്കുന്നു. എന്നാൽ LDF രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല. പകരം പച്ചക്ക് വർഗീയത പറയുന്നു. ഭരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണം. 7 ചോദ്യങ്ങൾ വിനയപൂർവ്വം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു. നിലമ്പൂരിൽ നിന്ന് പോകുന്നതിന് മുൻപ് 7 ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറയണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. സംസ്ഥാനത്ത് 2016 മുതൽ നാളിതുവരെ മലയോര ജനത വന്യജീവി ആക്രമണങ്ങളുടെ ദുരിതത്തിലാണ്. വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് 1000-ഓളം പേർ കൊല്ലപ്പെട്ടിട്ടും 8000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടും സർക്കാർ ചെറുവിരൽ അനക്കിയില്ല. പരമ്പരാഗതമോ ആധുനികമോ ആയ ഒരു പ്രതിരോധ മാർഗവും സ്വീകരിക്കാതെ എന്തുകൊണ്ട് സർക്കാർ നിഷ്ക്രിയത്വം പാലിക്കുന്നു? കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടായിട്ടും എന്തുകൊണ്ട് ചെയ്തില്ല? രണ്ടാമത്തെ ചോദ്യം ഇതാണ്. SC/ST വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന സഹായം കഴിഞ്ഞ 3 വർഷമായി വർദ്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനമാണ് കേരളം. SC വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 500 കോടി രൂപയും ST വിഭാഗങ്ങൾക്ക് 120 കോടി രൂപയും വെട്ടിക്കുറച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് ഇത്രയും ക്രൂരമായി പെരുമാറുന്നത് എന്തിന്? മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് മാവേലി സ്റ്റോറിൽ സബ്സിഡി സാധനമില്ല. ക്ഷേമ പെൻഷനുകളും ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള സഹായവും മുടങ്ങി. ജീവനക്കാർക്കും പെൻഷനുകാർക്കും കോടികൾ കൊടുക്കാനുണ്ട്. 3 തവണ വൈദ്യുതി ചാർജ് കൂട്ടി. ലൈഫ് മിഷൻ പദ്ധതി ഇഴഞ്ഞാണ് നീങ്ങുന്നത്. കാരുണ്യ പദ്ധതി നിലച്ചു. സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇത്രയധികം ജനദ്രോഹ നടപടികൾ ഒന്നിച്ചു ചെയ്യാൻ ഒരു സർക്കാരിന് എങ്ങനെ കഴിയുന്നു? നാലാമത്തെ ചോദ്യം. സർക്കാരിന്റെ നേട്ടമായി കൊട്ടിഘോഷിച്ച ദേശീയപാത 140-ൽ പരം സ്ഥലങ്ങളിൽ തകർന്നു വീണിട്ടും അഴിമതി ഉണ്ടായിട്ടും ക്രമക്കേടുണ്ടായിട്ടും സർക്കാരിന് ഒരു പരാതിയുമില്ലാത്തത് എന്തുകൊണ്ട്? ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിയെ കണ്ട് സമ്മാനപ്പെട്ടി കൊടുത്ത് പൊന്നാട അണിയിച്ച് ആദരിച്ചു. BJP CPM ധാരണയല്ലേ ഒരു പരാതിയുമില്ലാത്തതിന് പിന്നിൽ? അഞ്ചാമത്തെ ചോദ്യം. തുച്ഛമായ ഓണറേറിയത്തിൽ ജോലി ചെയ്യുന്ന ആശാവർക്കർമാർക്ക് വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. അവരോട് ക്രൂരമായി പെരുമാറുന്നു. മന്ത്രിമാർ അടക്കമുള്ളവർ അവരെ അപമാനിക്കുന്നു. നിങ്ങൾ എന്നാണ് മുതലാളിമാരായത്? PSC ചെയർമാന്റെ ശമ്പളം 4 ലക്ഷത്തിൽ അധികമാക്കി. അംഗങ്ങൾക്ക് 3 ലക്ഷത്തിൽ അധികമാക്കി. പെൻഷൻ വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ശമ്പളം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. 12 പേർക്ക് ഒരു മാസത്തിൽ 80 ലക്ഷം രൂപയിലധികം വേണം. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ പ്രതിപക്ഷ നേതാവിന് 1 രൂപ പോലും ചെലവില്ല. എന്നിട്ടും ആശാ വർക്കർമാർക്ക് 1 രൂപ പോലും കൂട്ടില്ല എന്ന നിലപാട് എന്തിനാണ്? ആറാമത്തെ ചോദ്യം. സംസ്ഥാനത്ത് റബ്ബറിന് താങ്ങുവില കിലോയ്ക്ക് 250 രൂപ ആക്കുമെന്ന പ്രകടന പത്രിക പ്രഖ്യാപനം നടപ്പാക്കാത്തത് എന്ത്? നെല്ലിന്റെ താങ്ങുവിലയിലെ സംസ്ഥാന വിഹിതം ക്രമാതീതമായി കുറയുകയാണ് ചെയ്യുന്നത്. നാളികേര സംഭരണം എന്തുകൊണ്ട് നടക്കുന്നില്ല? കർഷകരെ രക്ഷിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്തുകൊണ്ട്? ഏഴാമത്തെ ചോദ്യം. സംസ്ഥാനത്തെ ലഹരിയുടെ ഹബ്ബാക്കി എന്നത് മാത്രമല്ല സർക്കാരിന്റെ നേട്ടം, അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്. ലഹരി മാഫിയക്ക് രാഷ്ട്രീയം രക്ഷാർത്ഥത്വം നൽകിയത് CPM അല്ലേ? ജനജീവിതവുമായി ബന്ധപ്പെട്ട ഈ 7 ചോദ്യങ്ങൾക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി മറുപടി പറയണം. ജമാഅത്തെ ഇസ്ലാമിയെ ആദ്യം സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രിയാണ്. അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകേണ്ടെന്ന് പറഞ്ഞതും പിണറായി വിജയനാണ്. എന്നിട്ടും പഴയതെല്ലാം മറന്ന് നിറം മാറുന്ന മുഖ്യമന്ത്രി അവരെ സ്വാഗതം ചെയ്യുന്ന വീഡിയോ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ കാണിച്ചിരുന്നു. അത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ കേസെടുക്കട്ടെ. ഇക്കാര്യത്തിൽ UDF-ൽ ഒരു ആശയക്കുഴപ്പവുമില്ല. ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള എതിർപ്പും വെറുപ്പും ചർച്ചയാക്കാതിരിക്കാനാണ് വെൽഫെയർ പാർട്ടി വിഷയം ചർച്ച ചെയ്യാൻ ശ്രമിക്കാത്തത്. വിഷയം മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. തെരഞ്ഞെടുപ്പ് സമയത്തെ എൻ്റെ അടക്കം ഏത് വാഹനവും പരിശോധിക്കാം, അതിലൊരു തെറ്റുമില്ല. എന്നാൽ ഇവിടെ UDF നേതാക്കളുടെ വാഹനം തിരഞ്ഞു പിടിച്ച് പരിശോധിച്ചു. അതിനെയാണ് എതിർത്തത്. പാലക്കാട്ടെ പോലെ വീണ്ടും പെട്ടിയുമായി ഇറങ്ങാൻ നോക്കണ്ട. സംഘപരിവാർ അജണ്ടയായ മലപ്പുറം വിരോധം മുഖ്യമന്ത്രി പറയുന്നത് ഡൽഹിയിൽ ഇരിക്കുന്ന സംഘപരിവാർ ഏമാന്മാരെ സന്തോഷിപ്പിക്കാനാണ്. അത് ഡൽഹിയിൽ ചെന്ന് കത്തിപ്പടർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വർഗീയ പ്രീണനം നടക്കുന്ന സംഘപരിവാറിന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച്
ഉറച്ചു നിൽക്കുകയാണ് പിണറായി. എന്നിട്ട് സംഘപരിവാറിന്റെ അജണ്ട കേരളത്തിൽ പറയുന്നു. തിരുവനന്തപുരത്തെ ഒരു സ്വാമി LDF-ന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. സ്വാമിയുടെ പൂർവാശ്രമം തിരുവനന്തപുരത്ത് തിരക്കി നോക്കണം, അപ്പോൾ അറിയാം മറുഭാഗത്ത് PDP പിന്തുണ. എന്നിട്ടാണ് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. CPM-ന്റെ കൂടെ നിന്നാൽ മതേതരവാദി, എതിർത്താൽ വർഗീയവാദി, അത് കയ്യിൽ വെച്ചാൽ മതി. ഫലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസിന് എന്നും ഒരേ നിലപാടാണ്. അത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ ഫലസ്തീനെ കുറിച്ച് പറയുന്നത് നിലമ്പൂർ സ്പെഷ്യലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതാദ്യമായാണ് മുഖ്യമന്ത്രി ഫലസ്തീൻ എന്ന് പറയുന്നത്. നിലമ്പൂരിലെ രാഷ്ട്രീയ ബോധമുള്ള ജനം ഇതെല്ലാം കാണുന്നുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.